പിന്നെ എങ്ങനെയാ റോബിൻ നിൽക്കണ്ടേ? ഒന്നറിഞ്ഞാ കൊള്ളാം. റോബിന് പെട്ടെന്നുണ്ടായ രാജ്യസ്നേഹം. സംഭവം എഴുതിയിട്ടുണ്ട്. എക്സ്പോസിംഗ് ദ ബിഗ്ഗസ്റ്റ് കോമൺ എവർ ഇൻ BB ഹിസ്റ്ററി. ഫണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു റിട്ടേൺ ബാക്ക്. ഞാൻ എല്ലാ വഴിയും നോക്കുന്നുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ അറിയാത്തവരായിട്ട് എന്റെ പ്രേക്ഷകരിൽ ആരും കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പ്രത്യേകിച്ച് ഈ പറയുന്ന ബിഗ് ബോസ് പ്രേക്ഷകർക്ക്. സീസൺ 4-ൽ ഒരുപക്ഷെ നമ്മുടെ മലയാളം ബിഗ് ബോസ് തന്നെ ഇത്രയും അധികം ഫാൻസിനെ ഉണ്ടാക്കിയ ഒരു വ്യക്തി വേറെ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഞാൻ ഒരുപാട് ഈ പറയുന്ന സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് തുടക്കങ്ങളിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒപ്പോസ് ചെയ്തും വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആരോടും നമ്മൾ ഈ പറയുന്ന അപ്പൊ അന്നൊക്കെ നമ്മളെ PR എന്ന് വിളിച്ചു. അതിനുശേഷം നമ്മൾ ഒപ്പോസ് ചെയ്തപ്പോൾ നമ്മളെ എന്ത് ചെയ്തു, തെറിവിളിക്കൊക്കെ ചെയ്തു. അതിനുശേഷം ഈ ഇടയ്ക്കായിട്ട് അവരുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ഇട്ടു. നമ്മൾ എന്ത് നല്ലത് കാണുന്നു, നല്ലതെന്ന് പറയും. അത് മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോശമായി എന്ന് തന്നെ പറയും. അല്ലാതെ ആരുടെയും അടിമയല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ആരുടെയും ഇപ്പം ഈവൻ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന അനുമോളായിക്കോട്ടെ, നാളെ അനുമോളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നതിന് ഉറപ്പായിട്ടും നമ്മളായിരിക്കും ആദ്യം ഒന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ ഈ റോബിന്റെ പേരിൽ വലിയൊരു അലിഗേഷൻ നടക്കുന്നുണ്ട്. ആ അലിഗേഷൻ കൊടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മി നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അതായത് എനിക്കൊന്ന് സീസൺ 5-ൽ അല്ല, സീസൺ 6 ആണോ 7 ആണോ, സീസൺ 6-ൽ അല്ലേ, സീസൺ 6-ൽ ഓക്കെ, സീസൺ 6-ൽ വന്ന വേദലക്ഷ്മി. ഓക്കെ, ആ വേദലക്ഷ്മിയാണ് ഇപ്പോ, അതായത് എന്റെ പണം പറ്റിച്ചു എന്നുള്ളതാണ് അലിഗേഷൻ. അതായത് ഡോക്ടർ റോബിൻ എന്റെ പണം വാങ്ങിച്ചിട്ട് തിരിച്ചു തരുന്നില്ല എന്നൊരു അലിഗേഷൻ. അതിനെതിരായിട്ട് റോബിൻ ഇപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവർക്കെതിരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് കേസ് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയാതെ കേസുമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ കേസിൽ വാ, നിങ്ങൾ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ, അതായത് അനുമോളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഞാൻ ആ വീഡിയോ അവസാനം വരെ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ അവസാനം ഒരു സംഭവം സൂചിപ്പിച്ചിരുന്നു. ഇതുപോലെ ബിഗ് ബോസിൽ കൂടെ വന്ന് ഫെയിമായ ഒരാൾക്ക് ഇങ്ങനെ ഒരു ചെറിയ വിഷയം നടക്കുന്നത്, ചിലവർ ഇങ്ങനെ ഒരു വലിയൊരു വിഷയം ഇങ്ങനെ നടക്കുന്നുണ്ട്, അത് മുഖ്യമായും പുറത്തുടനെ വരുമെന്നുള്ളതാണ്. ഈ ഒരു വിഷയം സത്യം പറഞ്ഞാൽ മാസങ്ങൾക്ക് മുമ്പ്, നല്ല ഏതാണ്ട് ഒരു 5-6 മാസത്തിൽ കൂടുതലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കാട്ടി മാസമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു വിഷയം അറിഞ്ഞതാണ് നമ്മൾ. പിന്നെ നമ്മൾ ഒരു തെളിവില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് ചെയ്യണ്ട എന്നുള്ള രീതി കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഇപ്പോൾ അത് ഈ പറയുന്ന മെസ്സേജസും ഇപ്പം ഈ പറയുന്ന വേദലക്ഷ്മി ഒരുപാട് പിന്നെ റോബിന്റെ തന്നെ ഒരുപാട് വാട്സപ്പ് ചാറ്റുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെയൊക്കെ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് ക്യാഷ് തിരിച്ചു കൊടുക്കാത്തത് എന്നൊന്നും നമുക്കറിയത്തില്ല. ഇപ്പം നിലവിൽ റോബിന്റെ റീലുകൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. BJP-യുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയായതിനു ശേഷം BJP-യിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന റോബിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജലബീരങ്കി വരെ കൈകെട്ടിക്കൊണ്ട് ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് നേരിടുന്ന റോബിനെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നല്ല കാര്യം തന്നെ. ഒരു പാർട്ടിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ഉള്ളിൽ ചെന്ന് പ്രവർത്തിക്കുക ഒക്കെ നല്ലതാണ്. ഇതിന്റെ തുടക്കം എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരാഴ്ച മുമ്പ് ഈ പറയുന്ന വേദലക്ഷ്മി അവിടെ ഇവിടെയും തൊടാതെ റോബിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. ബാക്കി വിശദീകരണങ്ങൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ആദ്യം വേദലക്ഷ്മി ഇട്ട ആ ഒരു വീഡിയോ നമുക്കിവിടെ കാണാം. മുണ്ടെടുക്കാൻ അറിയാം, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാം. PK രാമദാസിന്റെ മകൻ ജതിൻ രാമദാസ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെയാ റോബിൻ നിൽക്കണ്ടേ? ഒന്നറിഞ്ഞാ കൊള്ളാം. റോബിന് പെട്ടെന്നുണ്ടായ രാജ്യസ്നേഹം. BJP പാർട്ടിയോട് 2026-ൽ കാണിക്കുന്ന ഈ കൂറ്, BJP പാർട്ടി ഘടകത്തോടും പാർട്ടി നേതാക്കളെയും കുറിച്ചുള്ള റോബിന്റെ യഥാർത്ഥ കാഴ്ചപ്പാട്, സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവരുടെ ഉന്നമനത്തിനും വേണ്ടി കാണിക്കുന്ന ഈ ആർജവം, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ബഹുമാനം, സാമ്പത്തിക ലാഭത്തിനോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അല്ലാതെയുള്ള നിസ്വാർത്ഥമായ പാർട്ടി പ്രവർത്തനം, കുണ്ടറയുടെ വികസനത്തിനായുള്ള വാഗ്ദാനങ്ങൾ, അവിടെ കൂടെ നിന്ന് പ്രവർത്തിച്ച അണികളെ കാണുന്ന രീതി. ചില ആളുകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർ സത്യം പറഞ്ഞാൽ മിണ്ടാതിരിക്കും. പക്ഷെ അവർ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇതാണ് അവിടെയും ഇവിടെയും തൊടാതെ വേദലക്ഷ്മി ഇട്ട ഒരു സാധനം. മനസ്സിലായ? വേദലക്ഷ്മി ഇട്ട ഒരു പോസ്റ്റാണ്. ഇതിനകത്ത് റോബിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു,
ജനങ്ങൾക്ക് വേണ്ടി വന്നവരെ കാലം ഓർക്കും, സ്വന്തം നേട്ടങ്ങൾക്കായി വന്നവരെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ആർക്കും ഒന്നും മനസ്സിലായിട്ട് അറിഞ്ഞൂടാത്തവർക്ക് നമുക്കതപ്പം തന്നെ മുമ്പേ ഈ കേസ് അറിയാമായിട്ട് തന്നെ എന്തിലോട്ടാണ് വേദലക്ഷ്മി പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. ആൾക്കാർ നല്ല പൂരത്തെറിവിളികളും ഒക്കെ വേദലക്ഷ്മിക്ക് അതിൽ കിട്ടി എന്നുള്ളത് സ്വാഭാവികമാണ്. വാലും തുപ്പും ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ തെറിവിളികൾ കിട്ടുമെന്നുള്ളത്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ പറയുന്ന വേദലക്ഷ്മി ബിഗ് ബോസിൽ വരുമ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അതുമല്ല വേദലക്ഷ്മിക്ക് വേണ്ടി പലരെയും വിളിച്ചിട്ടുണ്ട്, അതും എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. അതായത് വരുന്നതിന് മുമ്പേ തന്നെ, അതായത് ഇവർ തമ്മിൽ വളരെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, വളരെ ചങ്കുകളായിരുന്നു. ഡോക്ടർ ഒരു പോസ്റ്റ് വരെ ഇട്ടു, വേദലക്ഷ്മി ഈ പറയുന്ന ബിഗ് ബോസ് ടൈറ്റിൽ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് വരെ ഇട്ട് ഇവർ നല്ല അറ്റ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നാണോ ഈ പറയുന്ന ക്യാഷ് വാങ്ങിച്ചത് എന്നെനിക്ക് അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനിയാണ് ഇനി നമ്മുടെ വേദലക്ഷ്മി ഇട്ട കുറച്ച് പോസ്റ്റുകൾ വായിക്കാം. ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: മീറ്റ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, വാച്ച് ടു ഗെറ്റ് സം ഇൻസൈറ്റ്. ഡോക്ടർ ഡാർക്ക് റാമറി ഇൻവെസ്റ്റിഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പാർട്ട് 2 ലോഡിംഗ് തിയറീസ് പാർട്ട് 1 എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനം. അതിനുശേഷം കുറെ സാധനങ്ങൾ, അതായത് ഡോക്ടർ റോബിൻ ഈ വേദലക്ഷ്മിക്ക് അയച്ച കുറെ സ്ക്രീൻഷോട്ടുകളാണ്, അതായത് എനിക്കൊന്ന് വാട്സപ്പ് ചാറ്റുകളാണ്. അതിനകത്ത് ഡോക്ടർ റോബിൻ പറയുന്നത് ഇങ്ങനെയാണ്: ഐ ആം സോറി ഫോർ ദാറ്റ് ഡേ, ഐ വാസ് ടോട്ടലി അപ്സെറ്റ്, ഐ ഷുഡന്റ് ഹാവ് ടാക്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഈസ് മൈ ഫാൾട്ട്, സോറി. എന്തോ മോശമായിട്ട് സംസാരിച്ചു, ഞാനന്ന് അപ്സെറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ. അപ്പോൾ വേദലക്ഷ്മി തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു: നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മച്ച് ഇന്ററാക്ഷൻ വിത്ത് എ കോൺമാൻ ലൈക്ക് യു. കോൺമാൻ എന്ന് പറയാനാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചിരിക്കുന്നത് കോൺമാൻ എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിച്ചിട്ട് അവിടെ AI പോയി സെർച്ച് ചെയ്തിട്ട് ആ കോൺമാനിന്റെ AI പറഞ്ഞ സാധനവും അവിടെ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ്? കോൺമാൻ ഈസ് എ ഇൻഡിവിജ്വൽ ഹു ഡിസെപ്റ്റീവ്ലി ഗെയിൻസ് അനദർ കോൺഫിഡൻസ് ടു സ്റ്റീൽ മണി ഓർ പ്രോപ്പർട്ടി, ഓഫൺ എംപ്ലോയിങ് മാനിപ്പുലേഷൻ, ലൈസ് ഓർ സോഷ്യൽ എഞ്ചിനീയറിംഗ്. അതായത് കോൺമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ പറ്റിച്ചു പണവും സ്വത്തും തട്ടിയെടുക്കുന്നവരെയാണ്. അത് കള്ളം പറഞ്ഞുകൊണ്ടും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും ഒക്കെ പണം തട്ടുന്നവരെയാണ് ഈ കോൺമാൻ എന്ന് പറയുന്നത് എന്നുള്ളത്. അപ്പൊ എന്നിട്ട് അതിനകത്ത് സങ്കടപ്പെട്ടുകൊണ്ടുള്ള ഒരു സിമ്പൽ ഡോക്ടർ കൊടുത്തിരിക്കുന്നു. അതിനെ നമ്മുടെ സേതുലക്ഷ്മി ഒരു സംഭവം കൂടെ എഴുതിയിട്ടുണ്ട്: എക്സ്പോസിംഗ് ദ ബിഗ്ഗസ്റ്റ് കോൺമാൻ എവർ ഇൻ BB ഹിസ്റ്ററി. മനസ്സിലായില്ലേ? ബിഗ്ഗസ്റ്റ് കോൺമാൻ എവർ ഇൻ BB ഹിസ്റ്ററി. അതായത് മനസ്സിലായില്ല സംഭവം? അതായത് ആൾക്കാരെ പറ്റിക്കുന്ന BB ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയൊരു ആൾക്കാരെ പറ്റിക്കുന്ന ഒരാളെ എക്സ്പോസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. നെവർ ടെസ്റ്റ് എൻ വുമൺ പാഷൻ, നോട്ട് എവരി വൺ ബിയേഴ്സ് അബ്യൂസ് സൈലന്റ്ലി. മനസ്സിലായില്ല? ഒരു വുമന്റെ പാഷൻ, അതായത് കുറെ കാലം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു, എന്നിട്ടും ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്താണ്? അവർക്ക് പൈസ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് വീണ്ടും മറ്റൊരു പോസ്റ്റും കൂടിയുണ്ട്. ഇത് പോസ്റ്റ് ഇങ്ങനെയാണ്: BJP or RSS supporters speak all years. This is never against party or political ideologies. നിങ്ങളുടെ പാർട്ടിക്കെതിരായിട്ടോ നിങ്ങളുടെ പാർട്ടിയുടെ ഐഡിയോളജിക്കെതിരായിട്ടോ അല്ല. ഡോണ്ട് ലെറ്റ് ക്രിമിനൽസ് ഇൻ യുവർ പാർട്ടി. ക്രിമിനൽസിനെ പാർട്ടിയിലേക്ക് കയറ്റരുത്. സോ ഐ ആം ഫൈനലി കമ്പൽഡ് ടു എക്സ്പോസ് എ ബ്രോ കോൺമാൻ. മനസ്സിലാവും? ഞാൻ നിർബന്ധിതയാകുകയാണ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സേവ് യുവർ സെൽഫ് ആൻഡ് യുവർ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. ഓക്കെ, ഇതിനൊക്കെ മറുപടി ആയിട്ട് റോബിൻ ഇപ്പൊ കുറച്ചു മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്: ഞാൻ കേസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലുകളിൽ നിന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പോൾ കുറച്ചു മുമ്പേ മറ്റൊരു സാധനം, അതായത് ഇഫ് യു മിസ്റ്റർ അനന്തു ശ്രീജിത്ത് ആൻഡ് മിസസ് വേദലക്ഷ്മി, അനന്തു ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു വശയും കൂടിയുണ്ട്, അതുമായിട്ട് ബന്ധം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അതിന് വഴിയെ വരുമായിരിക്കും. ഓക്കെ, are genuine and confident about the allegation being made against me. I request that you appear before the പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ tomorrow. നിങ്ങൾ പറയുന്നതിൽ ശരി, ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പറയുന്ന സത്യമുണ്ടെങ്കിൽ പാലാരിവട്ടം സ്റ്റേഷനിൽ നിങ്ങൾ രണ്ടുപേരും വരണമെന്നുള്ളതാണ്. ഓക്കെ, 10 ആഗസ്റ്റ് 2026 at 10 മണിക്ക് ഇൻ കണക്ഷൻ വിത്ത് ദ കംപ്ലൈന്റ് ഐ ഹാവ് സബ്മിറ്റഡ്. അതായത് അവൻ കൊടുത്ത കംപ്ലൈന്റുമായി ബന്ധപ്പെട്ടു. I believe that any genuine concern or allegation should be addressed through the proper legal channel rather than
ത്രൂ സോഷ്യൽ മീഡിയ വഴിയല്ല, ലീഗൽ ചാനൽ വഴിയാണ് ഇത് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. ശരി, ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഐ ആം ഫുള്ളി പ്രിപ്പയർഡ് ടു കോപ്പറേറ്റ് വിത്ത് ദ അതോറിറ്റീസ് ആൻഡ് ഫേസ് ദ മാറ്റർ ത്രൂ due legal processes. Let us resolve this issue lawfully and transparently instead of continuing it through social media platform. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വഴി ഇങ്ങനെ വലിച്ചെടുക്കാതെ നമുക്ക് ലീഗലായിട്ട് എന്താണ് ഈ പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഡീല് ചെയ്യാം എന്നുള്ളതാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഒരു സ്റ്റോറി കൂടി ഉണ്ട്, അത് എപ്പോഴാണ് ഞാൻ തപ്പിയെടുത്തത്. ഞാൻ ഫണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു റിട്ടേൺ ബാക്ക്. ഞാൻ എല്ലാ വഴിയും നോക്കുന്നുണ്ട്, എനിക്കൊരു 1 month ടൈം വേണം, എനിക്കൊരു മാസം കൂടി അവധി വേണം എന്നുള്ളതാണ്. അപ്പം ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവരുടെയും എമൗണ്ട് സെറ്റിൽ ആക്കണം, എല്ലാവരുടെയും എമൗണ്ട്. ഇപ്പൊ വേറെ ഫണ്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അച്ഛനോട് ഞാൻ സംസാരിച്ചു, ബാങ്ക് പ്രൊസീജിയർ വിൽ ടേക്ക് മിനിമം 1 month ടൈം. ഓക്കെ, ഞാൻ ആരെയും പറ്റിക്കുന്നതല്ല, എൻ്റെ അവസ്ഥ ഇതായത് കൊണ്ടാണ്. വിൽ റിട്ടേൺ ബാക്ക് യുവർ ഫണ്ട്, 1 രൂപ കുറയാതെ. എനിക്ക് പണിയെടുക്കാൻ ഉള്ള സ്പേസ് വേണം, എന്നെ ദ്രോഹിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം. അപ്പോൾ ഈ വേദലക്ഷ്മി അതിനകത്ത് ഈ പറയുന്ന ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. സോ അപ്പാരന്റ്ലി റോബിൻ സാർ ഹാസ് ബീൻ ബോറോയിങ് മണി ആൻഡ് നെവർ റിട്ടേണിങ് ഇറ്റ് ബാക്ക് ഓൺ ടൈം. അതായത് പലർക്കും ക്യാഷ് വാങ്ങിച്ചിട്ട് കൊടുക്കാറില്ല എന്നുള്ളതാണോ എന്നുള്ളതാണ്. ലോഡിങ് എ പോലീസ് കംപ്ലൈന്റ് വുഡ് നെവർ ഹെൽപ്പ് വെൻ യു are so broke that you had to enter a political party and beg for money on the pretext of your mom's illness. അതായത് അമ്മയ്ക്ക് അസുഖമായി എന്ന് പറഞ്ഞുകൊണ്ട് വരെ ക്യാഷ് വാങ്ങിച്ചു എന്നുള്ളതാണ്. ഓക്കെ, എനിവേ നൗ ദാറ്റ് യു ആർ ട്രൈങ് സോ ഹാർഡ്, ലെറ്റ് മീ മേക്ക് ഇറ്റ് ക്ലിയർ ടു യു, നോ വൺ ക്യാൻ സേവ് യു. ആരും നിന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു മറുപടിയും കൂടി കൊടുത്തിട്ടുണ്ട്. കീപ് യുവർ ബ്ലാബറിംഗ് വിത്ത് യു റോബിൻ, ഡോണ്ട് ബോദർ ടു ഡിസ്റ്റർബ് മീ ഫർദർ, ലെറ്റ് മീ ഡു ദാറ്റ് ഫ്രം മൈ സൈഡ് ഇൻസ്റ്റഡ്, ജസ്റ്റ് നീഡ് 1 month ടൈം ടു സെറ്റിൽ എവറിത്തിങ്. വീണ്ടും എനിക്ക് 1 മാസം കൂടി അവധി വേണമെന്ന് റോബിൻ പറയുന്നു. ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് മണി നൗ, ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു വോണ്ട് ബി അബ്യൂസിങ് എനി അതർ വുമൺ, ലെറ്റ് ദ മണി തിങ്സ് ടേക്ക് ദ ലീഗൽ റൂട്ട്. അതായത് ഇവർ ഈ റോബിൻ കേസ് കൊടുത്തു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്, വേറെ ഒരു വുമൻസിനെ അബ്യൂസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വേദിയിലെ ഇട്ടിരുന്നത്. BJP is a national party, don't you dare think of everything it for monetary benefit, entering it for monetary benefit. വല്ല പണിയെടുത്ത് കടം വിട്ടാൻ നോക്കൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. നമ്മളിത് അറിഞ്ഞത്, ഞാൻ അറിഞ്ഞ കേസ് പറയാം. നമ്മളിത് മാസങ്ങൾക്ക് മുമ്പേ അറിഞ്ഞു, ഇങ്ങനെ ക്യാഷ് വാങ്ങിച്ചിരുന്നു. ക്യാഷ് വാങ്ങിച്ചപ്പോൾ തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ തിരിച്ചു കൊടുത്തില്ല. ഈ പാർട്ടിയിൽ വന്നപ്പോൾ എനിക്ക് ഈ ഫണ്ട് നമ്മുടെ പാർട്ടിയിൽ മത്സരിക്കാൻ പോകുമ്പോൾ കുറച്ച് ഫണ്ട് കിട്ടുമല്ലോ അവർക്ക്, അപ്പോൾ അതിൽ നിന്ന് എന്തോ മറച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ പാർട്ടിയിലേക്ക് വന്നത് മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് ഈ പറയുന്ന വേദിലക്ഷ്മി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊന്നും നമുക്ക് നേരിട്ടുള്ള അറിവുകളല്ല, നമുക്ക് മുമ്പ് നമുക്കല്ലാതെ നമുക്ക് സോഴ്സുകളുണ്ട്, പല രീതിയിൽ നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. ഇതിന്റെ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ട്, പിന്നീട് എത്രമാത്രം നമുക്കത് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതൊന്നും ഞാനിവിടെ ഉറപ്പൊന്നും പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ അറിഞ്ഞെങ്ങനെയാണ് ഈ പാർട്ടിയിൽ കുറെ കാലങ്ങളായി ഈ പണം കൊടുക്കാനുള്ളത് 5 or 10 ലക്ഷമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹം. ഓക്കെ, അപ്പോൾ അതായത് വേദിലക്ഷ്മി കൊടുക്കാനുള്ളത്. അപ്പോൾ പല തവണയായിട്ട് ചോദിച്ചു, കിട്ടിയില്ല. പിന്നെ അവസാനം ഇതിനകത്ത് BJP പിന്നെ സ്ഥാനാർത്ഥി പാർട്ടിയിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ക്യാഷ് കിട്ടും, അത് വരുമ്പോൾ തിരിച്ചു തരാമെന്നെന്തോ പറഞ്ഞു, അതും നടന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇവര് പിന്നീട് വേറെ വഴിയില്ലാതെ ഇങ്ങനെ വന്നത്. അപ്പൊ അതിനിടയിൽ കൂടി ഡോക്ടറുണ്ട് ഇവർക്കെതിരെ കേസും കൂടി കൊടുത്തപ്പോൾ ഇവരെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞു എന്നുള്ളത്. ഡോക്ടർക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇത് രഹസ്യമായിട്ട് തീർക്കണമെന്ന് എന്നുള്ളതായിരിക്കും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ മോൺസ് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മുമ്പേ നമ്മൾ അറിഞ്ഞാണ് നമ്മളിത് പുറത്തു വരാൻ എന്നാണ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ആക്ച്വൽ സംഭവം എന്നുള്ളത് ഇനി അങ്ങോട്ട് ഫർദറായിട്ടുള്ള വീഡിയോസ് വരും, അതിന്റെ ക്ലാരിറ്റി നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. ഈ പറയുന്ന സത്യാവസ്ഥ അറിയാതെ ഡോക്ടർ റോബിൻ എത്രയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് എന്നൊന്നും നമുക്കറിയാം. നമുക്ക് ഇത്രയും അറിയാം, ഈ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ടിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് റോബിൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പലവട്ടം ചോദിച്ചിട്ടും കൊടുത്തിട്ടില്ല എന്നുള്ളത് റോബിൻ തന്നെ ആ ഒരു പിന്നീട് ആ ഒരു മെസ്സേജിൽ
പിന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു സമയത്ത് ഇവരെല്ലാം മറ്റ് സുഹൃത്തുക്കളായിരുന്നപ്പോൾ വാങ്ങിച്ചതായിരിക്കാം. ഇനി ഒരുപാട് പേർക്ക് കൊടുക്കാനുണ്ടെന്ന് റോബിൻ തന്നെ അതിൽ പറയുന്നുണ്ട്. അതിനെപ്പറ്റിയും അതൊക്കെ വേക്കിലേ വരട്ടെ എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. ശരി.